കൊക്കക്കോളയാണോ പെപ്സിയാണോ കൂടുതൽ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ധാരാളം ബ്ലൈൻഡ് ടേസ്റ്റ് ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തവണ പെപ്സിയാണ് കൂടുതൽ ടേസ്റ്റുള്ള ഡ്രിങ്ക്സ് ആയിട്ട് ആളുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ സെയിലും റവന്യൂ ഉള്ളത് കൊക്കക്കോളക്കാണ്. എന്താണ് ഇതിന് കാരണം? കൊക്കക്കോളയ്ക്ക് ഇങ്ങനെ സെയിൽസ് ഉണ്ടാകാൻ കാരണം പ്രധാനമായിട്ടും 3 റീസൺസ് ആണ്. അതിൽ ഒന്നാമത്തതാണ് ബ്രാൻഡ് റെക്കഗ്നിഷൻ. ഇന്ന് ലോകത്തിൽ മോസ്റ്റ് റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡായി മാറാൻ കൊക്കക്കോളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് അവരുടെ മാർക്കറ്റിംഗും അഡ്വർടൈസ്മെന്റ് ആണ് സഹായിച്ചിട്ടുള്ളത്. പെപ്സി ഒരു വെൽ നോൺ ബ്രാൻഡ് ആണെങ്കിലും കൊക്കക്കോളയുടെ അത്ര റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഒരു ബ്രാൻഡ് അവയർനെസ് കാരണം കൊക്കക്കോളയ്ക്ക് കൂടുതൽ കൺസ്യൂമർ പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാരണം ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൊക്കക്കോളയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പെപ്സിയെക്കാളും വലുതാണ്. അതിനർത്ഥം പെപ്സി കിട്ടാത്ത സ്ഥലങ്ങളിൽ പോലും കൊക്കക്കോള അവൈലബിൾ ആയിരിക്കും. മൂന്നാമത്തെ റീസൺ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. കൊക്കക്കോള പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് ബിവറേജസിൽ മാത്രമാണ്. എന്നാൽ പെപ്സിക്കോ എന്ന കമ്പനിക്ക് ലാർജ് ഫുഡ് ബിസിനസ്സുകളുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് കൊക്കക്കോളയെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ആക്കിയിട്ടാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാളുടെ ജീവിതത്തിലെ ഫൺ, ഹാപ്പിനെസ്, അതുപോലെ എക്സൈറ്റ്മെന്റ് ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് കൊക്കക്കോള എപ്പോഴും മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കാരണം കസ്റ്റമേഴ്സിന് ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ആണ് കൊക്കക്കോള ആയിട്ടുള്ളത്. സോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പെപ്സിയാണോ കൊക്കക്കോള ആണോ കൂടുതൽ ഇഷ്ടം? കമന്റിൽ അറിയിക്കുക.